ഈ BDSന് സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ BDSന് പഠിക്കാൻ ചേരുന്ന കുട്ടികൾ കേൾക്കുന്നുണ്ടാവുക. പക്ഷേ ഈ സ്കോപ്പ് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റേ ഇല്ല എന്നാണ് ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൈനൽ ഇയറിലായാലും ഇന്റേൺഷിപ്പിലായാലും കിട്ടുന്ന ഓരോ കേസ് അല്ലെങ്കിൽ മാക്സിമം സ്കില്ല് നമ്മൾ എക്വയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് മാക്സിമം ആ സമയത്ത് നമ്മൾ ഗെയിൻ ചെയ്യുന്ന നോളജാണ് നമ്മളുടെ ഭാവിയിലേക്ക് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഈ അതേപോലെ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ഈ CDകൾക്ക് പോവാം, ഒരുപാട് വർക്ക്ഷോപ്സ് ഒക്കെ പോവാം. അപ്പം നമ്മൾ ആസ് എ ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ നമ്മൾ ഒരിക്കലും നോളജ് എക്വയർ ചെയ്യുന്നത് നിർത്തുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ BDS എന്ന് മാത്രമല്ല ഏതൊരു കോഴ്സിനും സ്കോപ്പ് ഇല്ല എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ സ്കോപ്പ് നന്നായിട്ടുള്ള ഒരു കോഴ്സ് അങ്ങനെ ഒരു കോഴ്സ് ആക്ച്വലി ഇല്ല. അങ്ങനെയാണ് ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത്. ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കിൽ ഓറിയന്റഡ് ആണ്. നമുക്ക് സ്കില്ല് നമ്മളെ കയ്യിന്റെ സ്കിൽ തന്നെയാണ് അവിടെ മെയിനായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനും പറ്റും. സാധാരണ നമ്മളൊരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അത്യാവശ്യം കഴിവുള്ള ആളാണെന്നുള്ളത് അവർക്ക് സുഖമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ രൂപത്തിലുള്ള ഒരു ഫീൽഡാണ്. കാരണം നമ്മൾ എക്സ്ട്രാക്ഷന് ഇതൊക്കെ കോൺഫിഡൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കോളേജിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാനും. ഈ പേഷ്യൻ്റ് മാനേജർ ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ കോളേജിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം ശരിക്കും ഒരു പേഷ്യന്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം. അത് ശരിക്കും നമുക്ക് ഫൈനൽ ഇയറിലെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊന്നും ശരിക്കും നമ്മൾ കോളേജിൽ പഠിപ്പിക്കുന്നില്ല. കോളേജിൽ ശരിക്കും കോളേജിന്റെ ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ പോവുക. അങ്ങനെ നമുക്ക് എങ്ങനെ കേസ് ചെയ്യണം അത്രേ ഉള്ളൂ. പക്ഷേ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു ക്ലിനിക്കിൽ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ന്യൂ ആണ്, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ. കാരണം ഒരു പേഷ്യന്റ് മാനേജ് ചെയ്യുന്നിടത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത് സൈക്കോളജിയാണ്. നമ്മൾ അവരുടെ ഒരു എക്സ്പെക്ടേഷൻ മനസ്സിലാക്കാതെ ഒരു പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്താലും അവിടെ ഒരു എക്സ്പെക്ടേഷൻ കിടക്കുന്നത് വേറോടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് മാച്ച് ആവില്ല. ട്രീറ്റ്മെന്റ് പക്ക ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഫീൽ ആയിരിക്കും വരിക. അപ്പൊ ശരിക്കും നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ പ്രോബ്ലം എന്താണ് അത് ശരിക്കും അറിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുള്ളൂ.